UFO നമ്മൾ ഒരുപാട് ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അടുത്തിടെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ സീക്രട്ട് ഫയൽസ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഇതുപോലുള്ള പറക്കും തളികകളുടെയൊക്കെ കുറെ ഷോർട്ട് വീഡിയോസും അതിനെക്കുറിച്ചുള്ള കുറച്ച് സീക്രട്ട് ഫയൽസ് ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അവരിത് പുറത്തുവിടാൻ പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു പബ്ലിക് ജനങ്ങളുമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ സീക്രട്ട് ഫയൽസ് ഒക്കെ പുറത്തുവിടുന്നു എന്നുള്ളതാണ് അവർ ഇതിന്റെ പിന്നിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറക്കം തളിക അല്ലെങ്കിൽ UFO ഇത്തരം ഒരു സംഭവം ഉണ്ടോ? അതായത് ഏലിയൻസ് എന്നൊക്കെ പറയുന്ന കുറെ സിദ്ധാന്തങ്ങളുണ്ടല്ലോ, കുറെ തിയറീസ്. അപ്പം ഇത്തരത്തില് ജനങ്ങൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഇപ്പം നമ്മൾ തന്നെ ചിന്തിക്കും, ഇത്തരം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ഏലിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ UFOs ഉള്ളതാണോ, ആർ ദേ റിയൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പം മൈത്രേയൻ ഇതിനെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? ഈ സീക്രട്ട് ഫയൽ എന്ന് പറഞ്ഞ ആര് വിട്ട കാര്യമാണ് പറയുന്നത്? US ഗവൺമെന്റ്, നാസയും US ഗവൺമെന്റ് വിട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അല്ല, അവരുടെ വെബ്സൈറ്റ് പോർട്ടലിലാണ് ഇത് കിടക്കുന്നത്. US ഗവൺമെന്റിന്റെ യഥാർത്ഥത്തിൽ US ഗവൺമെന്റ് അങ്ങനെ വിട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്റെ ചോദ്യം. അതായത് ട്രംപാണ് ഫയൽസ് പുറത്തു വിട്ടിരിക്കുന്നത് എന്നാണ് അതിനകത്ത് പറയുന്നത്. US ഗവൺമെന്റ് ആണ് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വിട്ടതായിട്ട് മാത്രമേ ഞാൻ കാണത്തുള്ളൂ. ഇപ്പൊ അവിടെ ട്രംപിനെതിരായിട്ട് ആൾക്കാർക്കുള്ള വികാരവും യുദ്ധത്തിനകത്ത് അവരുണ്ടാക്കിയിരിക്കുന്ന കടവും കാര്യങ്ങളും ഒക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി അവർ വേണമെങ്കിൽ അങ്ങനെ ഗവൺമെന്റ് ചെയ്യാം എന്നുള്ളതല്ല. ഇതുവരെയും വിടാതിരുന്നതിന്റെ കാരണവും ഇപ്പൊ വിടുന്നതിന്റെ കാരണവും അത്രേ ഉള്ളൂ. ഗവൺമെന്റാ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതെല്ലാം വെറുതെ ഫേക്കായിട്ടുണ്ടാക്കി അവർ ചെയ്യുന്ന കാര്യങ്ങളാകാനാണ് സാധ്യത. ഇനി ഗവൺമെന്റ് തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും US ഗവൺമെന്റ് എന്ന് പറയുന്നത് മര്യാദ കെട്ട ഗവൺമെന്റ് ആയതുകൊണ്ട്, ലോകം മുഴുവൻ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ വഴിതെറ്റിച്ച് വേറെ കാര്യങ്ങളിനകത്ത് ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ചെയ്യുന്നതെന്നുള്ളതല്ലാതെ അത് വേറൊന്നും തന്നെ മനസ്സിലാക്കാനില്ല. അത് ഇതുവരെ ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രഹസ്യം അമേരിക്കക്കാർക്ക് മാത്രം ഇങ്ങനെ കിട്ടുക. ബാക്കിയുള്ളവരെല്ലാവരും സ്പേസിലും ഒക്കെ പോയി, ചൈനക്കാർ പോകുന്നുണ്ട്, റഷ്യക്കാർ പോകുന്നുണ്ട്. അവിടെ ഒന്നും ഇങ്ങനെ ഈ കാണുന്ന UFO ഒന്നും അവിടെ വരുന്നില്ലല്ലോ. ഇന്ത്യക്കാർക്ക് ഇഷ്ടം പോലെ സാറ്റലൈറ്റ് ഉണ്ടല്ലോ, ഫ്രഞ്ചുകാർക്ക് സാറ്റലൈറ്റ് ഉണ്ടല്ലോ. അവർക്ക് ആർക്കും ഇല്ലാത്ത കുറച്ച് രഹസ്യം അമേരിക്കക്കാർക്ക് മാത്രമായിട്ട് ഇങ്ങനെ ലഭിക്കുകയും കെടുക്കുകയും ചെയ്യുന്നതാണ്. ഈ ഏലിയൻസ് എല്ലാവരും കൂടെ അമേരിക്കയിലോട്ട് കുടിയേറിയോ? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഈ ആകാശത്ത് നോക്കി ഇവിടൊക്കെ ഇറങ്ങി നടക്കാത്ത എന്താണ് ഈ പറയുന്ന ഏലിയൻസ്? ഈ അമേരിക്കയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില ഏലിയൻസ് ഉണ്ടാകേണ്ട കാര്യമുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചത്, ഇത്രയും വലിയൊരു ഭൂമിയില് എത്രയോ അധികം നഗരങ്ങളും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. മറ്റുള്ളവർക്കൊക്കെ, ചൈനക്കാർക്കും ഒക്കെ തന്നെ ഈ ഇവരുടെ പറയുന്ന അത്രയും തന്നെ ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സഹിതം ഉള്ളവരാണ് ചൈനയും ഒക്കെ. അവർക്ക് ആർക്കും അവിടെങ്ങും ഇല്ലാതിരിക്കുന്ന എന്താണെന്ന് എന്താ ചോദിക്കാത്ത? ഏലിയൻസ് നേരെ അമേരിക്കയിലോട്ട് പോവുകയും അവിടെ ഏരിയ 52 മാത്രം ഇരിക്കുകയെടുക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഒരു ചോദ്യം എന്താ ഇല്ലാത്ത? ഇതൊക്കെ വേറെ ഒരു പണിയില്ലാത്ത മനുഷ്യന്മാർക്ക് ആളെ പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ലോകത്ത് അങ്ങനത്തെ യാതൊരു സാധനവും നമുക്കൊരു തെളിവും ഇല്ല, ഇതുവരെ ഇല്ല. ഒരു ബാക്ടീരിയയെ ഇതുവരെ നമുക്ക് ഭൂമിയിലുണ്ടായതല്ലാത്ത മറ്റൊരു ബാക്ടീരിയയെ തന്നെ ലോകത്ത് നമുക്ക് എങ്ങൊന്നും കിട്ടിയിട്ടില്ല. ഒരു തെളിവ് വേണ്ടേ? ഒരു ബാക്ടീരിയ എങ്കിലും ലോകത്തുണ്ടായി എന്നുള്ളതിന് ചുരുങ്ങിയ പക്ഷം തൊട്ടടുത്ത ചന്ദ്രനിലോ മാർസിലോ ഒക്കെ വേണ്ടേ? നമുക്കൊരു തെളിവും ഇതുവരെ മനുഷ്യരാശിക്കില്ല. അമേരിക്കൻ ഗവൺമെന്റ് ഉണ്ടാകാം. അമേരിക്കൻ ഗവൺമെന്റ് അത് മാത്രമല്ല, അവന്മാർക്ക് ലോകം മുഴുവൻ നടന്ന് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നവന്മാർക്ക് പലതും കാണാം. അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നുള്ളതല്ലാതെ അവിടെ അമേരിക്കയിൽ നടക്കുന്ന ടെററിസ്റ്റ് ആക്രമണങ്ങൾ മുഴുവനും അമേരിക്കക്കാർ തന്നെ ചെയ്യുന്നതാണെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഗവൺമെന്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ എന്നുള്ളതല്ലാതെ മറ്റൊരു തെളിവും ശാസ്ത്ര ലോകത്തില്ല.
അത് രഹസ്യമായി വെക്കാൻ ഇതുവരെ രഹസ്യമായി വെച്ചു. ഇപ്പം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അവന്മാര് തന്നെ ഉണ്ടാക്കിയതല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് യാതൊരു തെളിവുമില്ല, ഇതുവരെ ഇല്ല. നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ജീവൻ രണ്ടാമതുണ്ടായതിന് പോലും തെളിവ് നമുക്കില്ല. ഒരൊറ്റ ജീവനാണ് ഇതുവരെ നമുക്ക് അറിയാൻ ഉള്ളത്. ആ ജീവൻ പലതരത്തിൽ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പലതരത്തിലായതായിട്ട് മാത്രമേ നമുക്ക് ആകെയുള്ള തെളിവ്. വീണ്ടും വീണ്ടും ജീവൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ജീവൻ ഉണ്ടായി വന്നിട്ട് അതിനെയെല്ലാം ബാക്കിയുള്ളവരെല്ലാം തിന്നു കളഞ്ഞു എന്ന് പറയുന്ന പോലുള്ള ഒരു തെളിവല്ല അത്. അങ്ങനെയാണ് ആ ഒരു അഭിയോഗം നമുക്ക് വെക്കാം എന്നുള്ളതല്ലാതെ ഭൂമിയിലുള്ള ഏത് ജീവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ ജീവൻ മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജീവനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ ജീവൻ നിലനിൽക്കുന്നതെന്നും പുറകോട്ട് നമ്മൾ ഇത് തമ്മിലുള്ള കണക്ഷൻ നോക്കി പോകുമ്പോൾ അവസാനം ഒരു ജീവനുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിട്ട് മാത്രമേ നമുക്ക് ഇതുവരെ അറിയുന്ന ഒരു തെളിവുള്ളൂ. ഇനി അതല്ല, തൊട്ടടുത്ത ഗ്രഹങ്ങളിലെങ്കിലും ജീവൻ ഉണ്ടായി എന്നുള്ളതിന് ഞാൻ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ പക്ഷെ ഒരു ബാക്ടീരിയ വേണം. വൈറസ് ജീവൻ ഉണ്ടെന്നുള്ളതിന് തെളിവായിട്ട് വരാൻ പാടാ. കാര്യമുണ്ട്, വേറൊരു ജീവൻ ഉള്ളിടത്ത് മാത്രമേ ബാക്ടീരിയ വളരുകയും നിലനിൽക്കുകയും ചെയ്യത്തുള്ളൂ. അതൊരു പാരസൈറ്റാ. അത് കാരണം കൊണ്ട് ഒരു പാരസൈറ്റിനെ കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ ജീവനെ ഉണ്ടാകാനായിട്ടുള്ള അതിന്റെ പ്രാഥമികമായിട്ടുള്ള അമിനോ ആസിഡ്സ് എന്നും പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള അതിന്റെയൊക്കെ തന്നെ പ്രാഥമിക രൂപങ്ങളായ ചിലതൊക്കെ നമുക്ക് മീറ്റിയോറൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന കാരണം കൊണ്ട് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു അഭ്യൂഹമാണ്, തെളിവില്ല. അഭ്യൂഹം ഉണ്ട് എന്നുള്ളതല്ലാതെ ലോകത്ത് ഒരിടത്ത് പോലും ജീവനുള്ളതിന്റെ ഒരു തെളിവും നമുക്ക് ഇതുവരെ ലഭിച്ചില്ല. നമ്മളിപ്പോ ജെയിംസ് വെബ് ടെലസ്കോപ്പ് അയച്ചിട്ട് നമ്മുടെ കാഴ്ചയിൽ ഇഷ്ടംപോലെ നക്ഷത്രങ്ങളുടെ ചുറ്റിനും അവരിങ്ങനെ പരിശോധിച്ച് പോയിട്ട് ഒരു ഗ്രഹത്തിൽ ജീവനുള്ള ജീവികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള അല്പം ഒരു കെമിസ്ട്രിയുടെ ഒരു നിറം, ഒരു മണം എന്ന് പറയുന്നത് മണത്തിട്ട് പറയല്ല, അത്രയും സട്ടിലായിട്ടുള്ള ഒരു എണ്ണം അത് എന്നാ ഇത് ജീവൻ തന്നെ അത് ഉണ്ടാക്കണോന്ന് ചോദിച്ചാൽ വേണമെന്നില്ല. അങ്ങനെ അല്ലാതെ ആ കെമിസ്ട്രി ഉണ്ടാകാം എന്നുള്ള തെളിവ് മാത്രമാണ് ഇത്രയും നാളത്തെ പരിശോധനയ്ക്കകത്ത് നമുക്ക് ഒരു ജീവനുണ്ട്, ഉണ്ടായിട്ടുണ്ടാകാം എന്നൊക്കെ സംശയിക്കുന്ന നിലവാരത്തിൽ ലൈറ്റിന്റെ സ്പെക്ട്രം പരിശോധിക്കുമ്പോൾ ചില കെമിസ്ട്രികൾ ജീവനുള്ളിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിലുള്ള ഒരേ ഒരു ഗ്രഹം, എക്സോ പ്ലാനറ്റ് എന്നാണ് അതിന് പറയുന്നത്, ആ ഒരു ഗ്രഹത്തിൽ ഇങ്ങനെ ഒരു കെമിസ്ട്രി ഉള്ളത് കൊണ്ട് ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഇതുവരെയുള്ള നമ്മൾക്ക് അറിയുന്ന തെളിവുകൾ. ബാക്കി മുഴുവനും മനുഷ്യനിർമ്മിതമായ കഥകളല്ലാതെ യാതൊന്നുമില്ല. അപ്പൊ ഈ ഇൻഫ്രാറെഡ് വഴി നമ്മൾ ഈ കാണുന്ന ഈ ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ഒക്കെ ഇല്ലേ, അവർ ഈ പറയപ്പെടുന്ന ഈ ഒബ്ജക്ട്സ്, അത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഈ പറക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ഇതല്ലേ ഈ പറയുന്നതെല്ലാം മനുഷ്യനിർമ്മിതമായ കഥകളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളേ ഉള്ളു എന്ന് ഞാൻ ഈ പറഞ്ഞ. അല്ലാതെ പടങ്ങൾ എടുത്തതും ഒക്കെ പരിശോധിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ 64 തൊട്ട് ഈ സ്പേസിൽ നിന്ന് വരുന്നവരെ പറ്റിയൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് UFO പറ്റിയാണ്. അത് പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എഴുതിയതാണ്. അന്ന് തൊട്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ലോകത്ത് അതിനുവേണ്ടി ആൾക്കാര് ഇതിന്റെ മുകളിൽ ഇത് ചർച്ച ചെയ്യുകയും ഒക്കെ അങ്ങനെ പടങ്ങൾ എടുക്കുകയും നമ്മൾ ആദ്യത്തെ പടങ്ങൾ എടുത്തതൊക്കെ നമ്മൾ എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ പരിശോധിച്ച് പോകുമ്പോൾ അതൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് സെബി എന്ന് പറഞ്ഞിട്ടാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഭൂമിക്ക് പുറത്തുള്ള ജീവൻ അന്വേഷിക്കുന്ന ഒരു വലിയ സ്ഥാപനം തന്നെ അമേരിക്കയിലുണ്ട്. അവര് റേഡിയോ വേവ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് റേഡിയോ ഉണ്ടാക്കി അത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ റേഡിയോ വേവ്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. പ്രപഞ്ചം മുഴുവനും ഈ ഭൂമിയിൽ നിന്ന് ഇപ്പം നമ്മുടെ പറഞ്ഞാല് ഇത്ര കോടി മൈൽ വരെ എത്തിക്കാണും എന്ന് കണക്ക് കൂട്ടാൻ പറ്റും.
കാരണം ഈ റേഡിയോ വേവ്സിന്റെ സ്പീഡ് കണക്ക് കൂട്ടി നമ്മൾ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കി പ്രസരണം നടത്തുന്നപ്പോ തൊട്ട് ഇത് പുറത്തോട്ട് പോകുന്നുണ്ട്. അത് പോയി അതിന്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ഭൂമി പ്രപഞ്ചം, നമ്മൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് നമ്മുടെ പ്രപഞ്ചം. നമ്മുടെ ഗാലക്സിക്ക് അകത്ത് പോയ കഥയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഒരു 50-60-70 വർഷമൊക്കെ പെട്ട് 100 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ റേഡിയോ സ്റ്റേഷനകത്തുനിന്ന് പോയതൊക്കെ പരന്നെന്ന് പറയുമ്പോൾ പോലും ഈ നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ഗാലക്സിക്ക് അകത്ത് കിടന്ന് കറങ്ങുന്ന അത്രയും ദൂരം വരെ അത് പോയിട്ടുള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പത്തിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് എന്ത് വേണേലും പറയാം എന്നുള്ളതല്ലാതെ അതിനൊക്കെ പറ്റി നമുക്ക് വേറെന്ത് പറയാനുള്ളത്. അപ്പൊ ആ പോയിരിക്കുന്ന തരത്തിലുള്ള റേഡിയോ വേവ്സ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് കണ്ണു കുഴച്ചും ചെവി കുഴഞ്ഞും ക്ഷീണിച്ച ഈ സ്ഥാപനത്തിൽ ഇരിക്കുന്ന മനുഷ്യരെ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. 10-30 വർഷമായിട്ടിരിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. പലതരത്തില് ഒന്നിനു പുറകെ ഒന്നിനും ജോലിയായിട്ട് തന്നെ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നവരും എല്ലാം ഇതുവരെ അവർക്ക് ആർക്കും ഇല്ലാത്ത ഇത്തരത്തിലുള്ള കഥയും കാര്യങ്ങളും ഒക്കെ പണ്ട് കാലത്ത് ദേവന്മാരായിരുന്നു വന്ന് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഗർഭം ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ നമുക്ക് അമേരിക്കയിലെ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കുന്നത് ഏലിയൻസ് ആണെന്നുള്ള വ്യത്യാസം വരെ ഇതുവരെ നമുക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു തെളിവും ഇല്ല. കന്യകാമേരിക്ക് ഏഞ്ചല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗന്ധർവന്മാരും യക്ഷന്മാരും ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. കുന്തിക്കായിരുന്നെന്നുണ്ടെങ്കിൽ ദേവന്മാരായിരുന്നു ഗർഭം ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അതിനുശേഷം ഇപ്പൊ അമേരിക്കയിലെ പെണ്ണുങ്ങൾക്ക് കുറെ പേർക്ക് ഗർഭം ഉണ്ടാക്കുന്നതിന് ഈ ഏലിയൻസ് വന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളതല്ലാതെ വേറൊരു തെളിവും സത്യത്തിലില്ല. ബാക്കിയില്ല. അതിന് എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുമില്ല. ഒരു ജീവനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത തന്നെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നല്ലയോ ബാക്കി കാര്യം. അപ്പൊ നമ്മൾ തന്നെ മനസ്സിലാക്കണം, വളരെ കോംപ്ലക്സ് ആയ നമ്മളെന്ന് പറയുന്ന ജീവി ഈ ഭൂമി ഉണ്ടായിട്ട് 454 കോടി വർഷം, 454 കോടി വർഷമാണ് ഭൂമിയുടെ വയസ്സ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതിനകത്ത് 400 കോടി വർഷമായിട്ട് ജീവൻ ഉണ്ടായെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. തെളിവോടെ നമുക്കുള്ളത് 386 കോടി വർഷത്തിനകത്താണ് തെളിവുള്ള ജീവനുള്ള തെളിവുകൾ അവശേഷിപ്പിച്ച ജീവന്റെ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഇങ്ങേ അറ്റത്ത് ഇതൊരു 24 മണിക്കൂർ ആയിട്ട് നമ്മൾ ഈ 354 കോടി വർഷത്തിനെ ചുരുക്കിയെടുത്താൽ അതിനിങ്ങേ അറ്റത്തിൽ ഒരു 3-4 സെക്കൻഡ് മാത്രമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ജീവിച്ചിട്ടുള്ളത്. ആ 3-4 സെക്കൻഡിനകത്ത് അതിന്റെ ഇങ്ങേയറ്റത്താണ് 3 ലക്ഷം വർഷമായിട്ട് മനുഷ്യർ ജീവിക്കുന്നത്. ഇങ്ങേയറ്റത്തെ കണ്ണടച്ച് തുറക്കുന്ന അത്രയും കാലമാണ് ഒരു റോക്കറ്റ് എങ്കിലും കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ നമ്മൾ അറിയണം. ആ റോക്കറ്റ് കണ്ടുപിടിച്ചതുപോലുള്ള ആളുകളൊക്കെ ലോകം മുഴുവനും ഉണ്ടെന്ന് അവരെല്ലാവരും കൂടെ പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ എന്തു പറയുന്നതിനൊക്കെ നമ്മള് ഭൂമിയിൽ നിന്ന് പുറത്തോട്ട് അയച്ചിട്ടുള്ള വോയേജർ എന്ന് പറയുന്ന വോയേജർ 1ഉം 2ഉം ഉണ്ട്. അതൊക്കെ ഈ സോളാർ സിസ്റ്റത്തിന്റെ അറ്റം കടന്നിട്ട് തന്നെ കഴിഞ്ഞ ഒരു 10-30 വർഷം കൊണ്ടാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വിരലുകൊണ്ട് തൊട്ടാൽ തീർന്നു പോകുന്ന അത്രയും സ്ഥലമാണ് ഈ നമ്മുടെ ഈ കാണുന്ന നക്ഷത്ര വ്യൂഹത്തിനകത്ത് തന്നെ. അത്ര ചെറുതാ. അതിന്റെ അറ്റം കടന്നിട്ട് തന്നെ ഒരു 10-25 വർഷം കൊണ്ടാണ് അവിടെ വരെ എത്തിയിട്ടുള്ളത്. ഈ മനുഷ്യർക്ക് ഈ സ്പേസിൽ പോകാൻ പറ്റുമെന്ന് അങ്ങോട്ട് മനസ്സിലായപ്പോ തൊട്ട് അവര് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. എഴുതി പിടിപ്പിച്ചിട്ടുള്ള ജൂൾസ് വേണമെന്ന് പറഞ്ഞ് ഒരുത്തനും ഉണ്ടായിരുന്നു. H.G. വെൽസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ എഴുതിയ കഥകളിനകത്തോടാണ് മാർസിലെ മാർഷ്യൻസ് ഒക്കെ അന്ന് പച്ച മനുഷ്യരെന്നായിരുന്നു മാർഷ്യനിലുണ്ടായിരുന്നു. ഇതുപോലുള്ള കഥകളും സാധനങ്ങളും എല്ലാം വായിച്ചിട്ടൊക്കെ ഉണ്ടാക്കി മനുഷ്യ സങ്കല്പത്തിനകത്തോട് ഉണ്ടായിട്ടുള്ള ഏലിയൻസ് അല്ലാത്ത ഒരു തെളിവും ആർക്കുമില്ല, ഒരിടത്തും ഇല്ല. അത് ഇനി ഏലിയൻസ് മുഴുവനും കൂടെ നമ്മുടെ ബോഡി പ്ലാൻ, നമ്മുടെ കൂട്ട് തലയും കൈയും കാലും ഒക്കെ ഉള്ള ഒരു ഏലിയൻ ഉണ്ടാകാനുള്ള സാധ്യത ബയോളജി അറിയാവുന്ന ഒരാളും ആലോചിക്കത്തില്ല. അത്രയും നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം എവിടെങ്കിലും ജീവനുണ്ടായാൽ അത് നമ്മളെ പോലുള്ള രൂപത്തിൽ എത്തിച്ചേരുക എന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടന്മാർക്ക് മാത്രമേ കഴിയൂ. ഭൂമിയിൽ തന്നെ
വളരെ കുറച്ച് ജീവികളിൽ മാത്രമേ നമ്മുടെ ഈ ബോഡി പ്ലാൻ ഉള്ളത്. അത് തന്നെ നമ്മള് ഏതാണ്ട് ഈ തല, രണ്ട് കൈ, കാല് എന്ന് പറയുന്നത്, നാല് കാലും തലയും ആയിരിക്കുന്ന ഈ ബോഡി പ്ലാൻ തന്നെ ഭൂമിയിലുള്ള കോടാനുകോടി ജീവികളിൽ ഒരു ചെറിയ ശതമാനത്തിന് മാത്രം ഉള്ളതാണെന്നെങ്കിലും അറിയേണ്ടതുണ്ട്. അല്ലാതെ എട്ടുകാലിക്കോ അതിനു മുമ്പുണ്ടായിരുന്ന ക്രസ്റ്റേഷ്യൻസ് നമ്മൾ വിളിക്കുന്ന ഒത്തിരി ജീവികളൊക്കെ ഈ ഉണ്ട്. അത് കഴിഞ്ഞ ചെടികളുണ്ട്, മരങ്ങളുണ്ട്, കക്കയുണ്ട്. നമ്മളിങ്ങനെ അതിനെല്ലാം എടുത്ത് അങ്ങോട്ട് പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാകത്തുള്ളൂ വളരെ കുറച്ച് ജീവികൾക്ക് മാത്രമുള്ള ഒരു ശരീര രൂപമാണ് നമ്മൾ ഈ പറയുന്ന തലയും രണ്ട് കൈയും കാലും. അത് രണ്ട് കൈ എന്നുള്ളത് ചിറകായി മാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ രണ്ട് കാല് എന്ന് പറയുന്നത് നടക്കുന്നതും ബാക്കിയുള്ളത് നാലെണ്ണം നാല് കാലായി മാറാം. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളല്ലാതെ ആന പോലും എടുത്ത് എല്ലാത്തിനെ മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരൊറ്റ ബോഡി പ്ലാൻ തന്നെയാണ് ഈ പറയുന്ന ഒരു ചെറിയ വിഭാഗത്തിനകത്തുള്ളതെന്ന്. അതിനകത്ത് ഒരൊറ്റ ജീവിക്ക് മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കാനൊക്കെ കഴിഞ്ഞതെന്നും നമ്മുടെ കൂട്ട് ബ്രെയിനുള്ള ജീവികൾ എന്ന് പറയുന്നത് തന്നെ ഇത്രയും കോടാനുകോടി ജീവികൾ ഈ ഭൂമിയിലുണ്ടായിട്ട് നമ്മുടെ കൂട്ട് ചിന്തിക്കുന്ന ഒരു ജീവി വേറൊരെണ്ണം ഇല്ല. അല്പം ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ജീവികൾ എന്ന് പറയുന്ന ഒക്ടോപ്പസും ഡോൾഫിനുമേ ഉള്ളു. അവരുമായിട്ട് പോലും നമുക്ക് 4 അക്ഷരം പറയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇങ്ങനൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളെ പോലെ ഒരു തോക്ക് കണ്ടുപിടിച്ചവരോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാള് കണ്ടുപിടിച്ചവരോ, അല്ലെങ്കിൽ ഒരു കൈക്കോട്ട് കണ്ടുപിടിച്ചോ മറ്റൊരു ജീവി പോലും ഈ ഭൂമിയിൽ തന്നെ ഇല്ല. ഇത്ര റെയറായിട്ടുള്ള ജീവൻ തന്നെ ഇത്രയും റെയറായി, അതിനകത്ത് ഇത്രയും റെയറായ ഒരു ശരീര രൂപമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്ലെയിനിൽ കയറി സ്പീൽബർഗിന്റെ സിനിമയ്ക്കകത്തൂടെ വരാം എന്നുള്ളതല്ലാതെ യാതൊരു സാധ്യതയില്ല. നമ്മുടെ ബോഡി പ്ലാൻ പോലും ഉണ്ടാകാനുള്ള സാധ്യത 99 അല്ല 100% സാധ്യതയില്ല. ഇതെനിക്കൊരു സംശയമില്ലാതെ ഞാൻ പറയുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്നത്. ഭൂമിയിൽ തന്നെ ഇത്രയും നാളും ഉണ്ടായ ജീവികളിൽ എടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ 99.99 ജീവികളും എക്സ്റ്റിൻറ്റ് ആയിപ്പോയി. എക്സ്റ്റിൻറ്റ് ആയവരുടെ ഫോസിൽസ് എല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. അതിനകത്ത് ഒന്നും തന്നെയും ജീവനും ഈ ചിന്തയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ജീവിയും അതിനകത്തെങ്ങുമില്ല. ഇത് ഭൂമിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മളെ പോലെ എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ ഉപയോഗിക്കുന്ന ജീവികളെ എടുത്താൽ ഏറ്റവും ചെലവ് കൂടിയ ഒന്നാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. ആ ബ്രെയിനകത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ ബ്രെയിൻ മാത്രമാണ് ബാക്കി ജീവികൾക്ക് മുഴുവനുള്ളത്. നമ്മുടെ കൂട്ട് ശരീരത്തിനകത്ത് 2% ഭാരമുള്ള ഈ നമ്മുടെ ബ്രെയിന് അതിന്റെ ഊർജം എന്ന് പറഞ്ഞാൽ 22% ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യുന്നത്. മനുഷ്യരുടെ ബ്രെയിൻ ആ വർക്ക് ചെയ്യുന്നത് ഒരൊറ്റ ഒരു ജീവിക്ക് മാത്രം സംഭവിച്ചിട്ട് അത്ര യുണീക്കായ ഒന്നാണ് നമ്മളെ പോലുള്ളൊരു ജീവി. ഇത് ഭൂമിയിൽ തന്നെ ഉണ്ട്, രണ്ടാമതുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. കാരണം ബയോളജി അറിയാവുന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ആവർത്തിക്കാത്ത പ്രപഞ്ചമാണുള്ളത്. ഒരിക്കലും നമ്മളെ പോലൊരു ജീവി ഇനി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകത്തില്ല. ഇത് വാശിയോടെ ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല, ഭൂമിയെ നോക്കിയിട്ട് പറയുന്നത്. കാരണം ഒരു ജീവി പോലും തുടർച്ചയുണ്ടെങ്കിൽ മാത്രമാണ് ആ ബോഡി പ്ലാൻ നിൽക്കുന്നത്. അത് എക്സ്റ്റിൻറ്റ് ആയ ആ തരത്തിൽ പിന്നെ രണ്ടാമത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആവർത്തിക്കാത്ത ഒരു പ്രപഞ്ചമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ജീവൻ ഉണ്ടായി എന്ന് ഞാൻ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന അതേ ലാഘവത്തോടെ ജീവനും ഉണ്ടാകുമെങ്കിൽ ഈ പറയുന്ന റോക്കി പ്ലാനറ്റുകൾ അത് സൂര്യനിൽ നിന്ന് ഇത്ര ദൂരത്തിലുള്ള അനുയോജ്യം എന്ന് നമ്മൾ പറയാവുന്ന കാലാവസ്ഥയുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ റെഡ്യൂസ് ചെയ്ത് അപ്പൊ കോടാനുകോടി നക്ഷത്രങ്ങളും കോടാനുകോടി ഗ്രഹങ്ങളും ഉള്ളത് കൊണ്ടാണ് കുറച്ച് സങ്കല്പിക്കാനെങ്കിലും പറ്റുന്നത്. പക്ഷെ ഭൂമിയെ പറ്റി പഠിച്ച് ജീവന്റെ നിലനിൽപ്പിനെ പറ്റി അറിയാവുന്ന, ബയോളജി അറിയാവുന്ന ഒരാളും മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ജീവൻ ഉണ്ടാകാൻ എളുപ്പമാണെന്ന് ഒരിക്കലും ആലോചിക്കുക പോലുമില്ല. അത്ര റെയർ ഓഫ് റെയറിറ്റി എന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ ജീവൻ. അത് വേറെ രണ്ടാമത് ഒരു തെളിവ് കിട്ടിയ ഓക്കെ. നമുക്ക് തെളിവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഒരു ബാക്ടീരിയ എങ്കിലും വേണം.
വലിയ ജീവികളെ പറ്റിയൊന്നുമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഒരു ബാക്ടീരിയ ഈ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കുന്നത്, ഇപ്പൊ ഭൂമിയിൽ ഒരു ഉൽക്ക വന്നിടിച്ചിട്ട് ഭൂമിയിൽ നിന്ന് തെറിച്ചുപോയി ഒരു പാറ എന്താണ് മാഴ്സി വീണ് അവിടെ ഈ ബാക്ടീരിയ വളരുകയാണെന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ നിന്ന് പോയ ജീവനേ ഉള്ളൂ. നമ്മൾ അവിടെ പോയി ജീവനെ കണ്ടുപിടിച്ചെന്ന് വെക്ക്, മാഴ്സി പോയി അവിടെ രണ്ട് തെക്കേറ്റത്തും വടക്കേറ്റത്തും അതിന്റെ പോൾസിൽ കുറച്ച് വെള്ളം ഉറഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കിപ്പോൾ അറിയാം. അവിടെ ചെന്ന് നമ്മളൊരു ബാക്ടീരിയ കണ്ടുപിടിക്കുമ്പം ഭൂമിയിലുള്ള ജനിതകമുള്ള അതേ ബാക്ടീരിയ ആണ് അവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് തെറിച്ചു പോയതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനല്ല, ഈ ജനിതകമൊന്നും ഇല്ലാത്ത വേറൊരു ജനിതകമുള്ള ഒരു ബാക്ടീരിയ അവിടെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആദ്യത്തെ തെളിവ്, ഭൂമിയിൽ അല്ലാത്ത ഒരു ജീവനുണ്ടെന്നുള്ള തെളിവെങ്കിലും കിട്ടത്തുള്ളൂ. ആ തെളിവ് തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലാത്തടത്താണ് ഈ ആലോചിച്ചു കൂട്ടി ഈ കഥയൊക്കെ ഉണ്ടാക്കി മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മറക്കരുത്. അത് നമുക്ക് വളരെ എളുപ്പമാണ്. പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഈ എന്താണ് ഒരു സ്പേസ് ഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത്, അതിനകത്തോട്ട് കയറി ലൈറ്റിന്റെ സ്പീഡിൽ അങ്ങ് പോവുകയാണ്. ഞാനൊക്കെ വായിച്ചിട്ട്, ഞാനൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ കഥ വായിക്കുന്നതിനകത്ത് ഒരുപാടുമില്ല അവർക്ക് യാത്ര ചെയ്യാൻ. അങ്ങനെ നമുക്ക് അതിന്റെ സാങ്കേതികമായ എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ 1/4 സ്പീഡ് പോലും അല്ല ഞാൻ പറയുന്നത്, 1% സ്പീഡൊക്കെ ഉണ്ടായാൽ തന്നെ ഈ വായു അന്തരീക്ഷമല്ല സ്പേസിനകത്തുള്ള ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾ പോലും ഭയങ്കര വലിയ വെടിയുണ്ട പോലായി മാറും. ആ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അരിപ്പ പോലായി പോവും. ഒരു വാഹനം അരിപ്പ പോലായി പോവും, അത്രയും ദ്വാരം വീഴും. ഇതൊക്കെ ഇത് നമുക്ക് ഈ വിഷയങ്ങൾ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാനൊരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. നമുക്ക് പല ഡയമെൻഷൻസ് ഉണ്ട്. അപ്പൊ പല ഡയമെൻഷൻസിനകത്ത് നമ്മളങ്ങ് ടെലിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോഴാണ് നമ്മുടെ ബയോളജി ഒന്നും അറിഞ്ഞുകൂടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, ഒരുപാടുമില്ല ടെലിപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ നമ്മുടെ ഒരു കോശത്തിനകത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള കോടാനുകോടി ജീവികളെ ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ ഉള്ളതാണ്. അത് മുഴുവൻ തെറ്റാതെ അതുപോലെ അപ്പുറത്ത് കൊണ്ടുപോയി തമ്മിൽ ചേർക്കണം. അത് ട്രില്യൺ കോശങ്ങളുള്ള ഒരു ശരീരമാണ് നമ്മളെ പോലുള്ള ഒരു ശരീരം. അതിനകത്തെ ഓരോ കോശവും ഒരു പ്രപഞ്ചം പോലെ വലിപ്പമുള്ളതാണ്. ആ ഇൻഫർമേഷൻ ഒരെണ്ണം പോലും തെറ്റാതെ അതുപോലെ അവിടെ കൊണ്ടുപോയി ചേർക്കണ്ടേ? ഇതൊന്നും നമുക്ക് ഞാൻ പറഞ്ഞാലും മനുഷ്യർക്ക് വിഷയം അറിഞ്ഞുകൂടാമെങ്കിൽ ഒരുപാടുമില്ല ഇമാജിൻ ചെയ്യാൻ. അത് ഭൂതത്തിനെ കണ്ടുപിടിച്ചതുപോലെയും ദൈവത്തിനെ കണ്ടുപിടിച്ചതുപോലെയും ഈ യക്ഷിയെയും യക്ഷന്മാരെയൊക്കെ കണ്ടുപിടിച്ചതുപോലെ മനുഷ്യർ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു സാധ്യതയില്ല. അപ്പൊ നമുക്കറിയാവുന്ന ടെക്നോളജി അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഫിസിക്സിന് അതീതമായി പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളില്ലേ നമ്മുടെ അറിവിന്? അത് അങ്ങനെ അതീതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഇഷ്ടമുള്ളതെല്ലാം ആലോചിക്കുന്നതിന് അവരാലോചിച്ച് കൂട്ടിക്കോട്ടെ, എനിക്കെതിരൊന്നുമില്ല. ദൈവത്തിനെ കണ്ടുപിടിച്ചത് കവിഞ്ഞ വലിയ കണ്ടുപിടുത്തമൊന്നും ഒരു ഏലിയനെയും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ആകാശത്ത് ഒരു വിദ്വാൻ ഇരിപ്പുണ്ട്, അയാൾ അവിടെ ഇരുന്നത് എല്ലാം താഴോട്ട് നോക്കിക്കൊണ്ടിരുന്നത് എല്ലാം കണക്കെഴുതിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജനതയുടെ ലോകത്തല്ലയോ നമ്മളുള്ളത്. എന്തും സാധ്യമാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് പോലെ സത്യമാണത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലുള്ള എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ടൻ ജനതയുടെ മുമ്പ് ദൈവത്തിനെയും പ്രേതത്തിനെയും ഭൂതത്തിനെയും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മനുഷ്യ മനസ്സല്ലാത്ത ഒന്നും തന്നെ ഒരു തെളിവും നമുക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഏലിയൻസ് ഇല്ല, സാധ്യമല്ല എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളത് സാധ്യമല്ലെന്ന് ഞാനീ പറയുന്നത്. ഒരു ജീവനെ കിട്ടിയാൽ നമുക്ക് സാധ്യമാണ്, ജീവനുണ്ടെന്ന് തെളിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നമ്മളെ പോലെ ഇന്റലിജന്റ് ആയ ഒരു ജീവി ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയില്ലാത്ത പ്രപഞ്ചമാണ്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. 1, 2, 3, 4, 5 എന്ന് നമ്മൾ എണ്ണിയാൽ അത് അനന്തതയിലേക്ക് പോകും. അതേപോലെയാണ് 1, 2 ഇടയില് നമ്മൾ സൂക്ഷിച്ച് താഴോട്ട് ആഴത്തിൽ പരിശോധിച്ചാൽ അവിടുന്ന് അനന്തമായി. ഇനി 1.1 എന്ന് പറയുന്നതിന്റെ നടുവ് പരിശോധിച്ചാലും അതെല്ലാം അനന്തമാകും. അനന്തമായ സാധ്യതയുള്ള ഒരു പ്രപഞ്ചത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട്
ആവർത്തനമില്ലാത്ത പ്രപഞ്ചമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ കഴിയില്ല. ജീവൻ ഉണ്ടെന്ന് തെളിഞ്ഞാലും നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു ജീവി ഈ പ്രപഞ്ചത്തിൽ ഇനിയും സാധ്യമല്ലാതിരിക്കുന്നത് അനന്ത സാധ്യതകളുള്ള പ്രപഞ്ചം, ആവർത്തിക്കാത്ത പ്രപഞ്ചമായത്. അതാണ് അതിന്റെ കീ. ആവർത്തനം ഉണ്ടെന്ന് നമ്മൾ വെറുതെ വിചാരിച്ചതാണ്. അത് ഭൂമി തിരിയുന്നത് കൊണ്ട് നമുക്ക് തോന്നിയ ഒരു തോന്നലാണ്. ഭൂമി എല്ലാ ദിവസവും ഒരുപോലെ തിരിയുകയാണെന്നാണ് വിചാരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് സൈക്ലിക് ആണെന്നൊക്കെ ആളുകൾ പണ്ട് തൊട്ടേ പറയുകയൊക്കെ ചെയ്യുന്നത്. എല്ലാം കാലചക്രം എന്നായിരുന്നു പറയുന്നത്. അങ്ങനെ അല്ല പ്രപഞ്ചം. ആവർത്തിക്കാത്ത പ്രപഞ്ചമാണിത്. അതുകൊണ്ടാണ് നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു ജീവി ഇനി ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകത്തില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടാകുന്നതിനുള്ള സാധ്യതയില്ല. ആവർത്തിക്കാത്ത പ്രപഞ്ചമായതുകൊണ്ടാ. അല്ല, പണ്ട് കാലത്ത് നമ്മൾ ഈ മാർവൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് UFOs. അപ്പൊ ഈ 2026 അത് ഡിസ്ക്ലോഷർ ഡേ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായി. ഇതേ വർഷം സിനിമ എടുക്കുന്നതിന് എനിക്ക് വല്ലതുണ്ടോ? അത് എന്താണ്, ഒഡീസി ഉണ്ടാക്കുന്നതിനും ഇലിയഡ് ഉണ്ടാക്കുന്നതിനും രാമായണവും മഹാഭാരതം എഴുതുന്നതിനും ബൈബിളും ഖുറാനും എഴുതുന്നതിനും മനുഷ്യർക്ക് കഴിയുന്ന പോലെ മനുഷ്യരുണ്ടാക്കുന്ന സിനിമകളല്ലാതെ ലോകത്തില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ തെളിവായിട്ട് വെക്കുന്നത് മുഴുവൻ മനുഷ്യർ എഴുതിയ കഥയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞാൽ ഒരു ബാക്ടീരിയയെ കിട്ടിയ ജീവൻ ഉണ്ടെന്ന് തെളിയും എന്നുള്ളത് മാത്രമേ അപ്പോഴും ഉള്ളൂ. അതൊരു സാധ്യതയാ. ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രമൊക്കെ ഉണ്ടാകുന്നത് പോലൊരു സാധ്യതയായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ഉണ്ട്. പക്ഷെ അപ്പോഴും ഉള്ള പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. ജീവൻ ഉണ്ടായാലും പ്രപഞ്ചത്തിനകത്ത് അനന്ത സാധ്യതകളുള്ള പ്രപഞ്ചമായിട്ട് ഇത് നിൽക്കുന്നിടത്തോളം കാലം ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കോണിൽ എവിടെങ്കിലും ആയിരക്കണക്കിന് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായാലും ഭൂമിയിലുള്ള ജീവന്റെ തുടർച്ചയോടോ അതിനോട് ബന്ധപ്പെട്ട ഒരു ജീവനോ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അത്രയും അനന്തത സാധ്യമായ ഒരു പ്രപഞ്ചത്തിലാണ് കഷ്ടകാലത്തിനുണ്ടായിപ്പോയി ഇങ്ങനത്തെ ഒരു പ്രപഞ്ചമുള്ളത്. നമുക്ക് ആവർത്തിക്കാനുള്ള ഒരു സാധ്യതയില്ലാത്ത ഒരു പ്രപഞ്ചത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെ പോലെ ചിന്തിക്കുന്ന ആരെയും പ്രതീക്ഷിച്ച് വെറുതെ നോക്കി ആകാശത്ത് പോയി കഴുത്തൊടിക്കണ്ട. നോക്കിക്കുഴയും. അത് ഈ കാരണം കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാരണം പുതിയതായിട്ട് ബയോളജി അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. പണ്ടത്തെ ഫിസിക്സ് പഠിച്ചവനും അസ്ട്രോഫിസിക്സ് പഠിച്ചവനും ഇത് ആലോചിച്ചിട്ടില്ല. അത് അവന് ബയോളജി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവന് അങ്ങ് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കണക്കൊക്കെ കൂട്ടി നമ്മുടെ തന്നെ ഈ ആദ്യത്തെ ഗാലക്സി എന്ന് പറയുന്നതിനകത്ത് ഇത്ര കോടി നക്ഷത്രം ഉണ്ടെന്നും ആ നക്ഷത്രത്തിനകത്ത് ഇത്രയധികം സാധ്യതകൾ, ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനകത്ത് ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതൊക്കെ ഗോൾഡ് ലോക്ക് സോൺ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അതുപോലുള്ള സ്ഥലങ്ങളിലെ പിന്നെ ഭൂമിയിലെ ജീവൻ ഉണ്ടാകുന്നതിന്റെ ഇത് മുഴുവൻ എടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ 1 മില്ലിമീറ്റർ അങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ട് മാറിയാലും ഉണ്ടാകത്തില്ലെന്ന് കാണുന്ന അത്രയും പാടാണ്. 1 ഇഞ്ച് ഭൂമി അങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ട് മാറിയാലും ഇതൊക്കെ നമ്മളിങ്ങനെ അത് പഠിക്കാതിരിക്കുന്നിടത്ത് മാത്രമേ, പഠിക്കാത്തവർക്ക് മാത്രമേ, ഞാൻ മണ്ടന്മാർക്ക് മാത്രം ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് പോലെ ഈ ഏലിയനിലും വിശ്വസിക്കും. അത് ശാസ്ത്രീയ വിവരക്കേടോടെ വിശ്വസിക്കാം. അപ്പൊ നമ്മൾ ഈ കോൺസ്പിറസി തിയറീസ് ഒക്കെ നമ്മൾ ഈ കാണുന്ന സമയത്തില്ലേ, ഈ പണ്ട് നീൽ ആംസ്ട്രോങ് മൂണിൽ യഥാർത്ഥത്തിൽ ചെന്നിട്ടില്ല, അതൊരു സ്റ്റുഡിയോ ആയിരുന്നു, അത് ശരിക്കും ഇങ്ങനെ ഷൂട്ട് ചെയ്തതൊക്കെ കേട്ടിട്ടില്ലേ? അല്ല അതിന് എന്താ അങ്ങനെ ഒരു കോൺസ്പിറസി തിയറി പറയുന്ന സാധനം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് റഷ്യക്കാരെന്തുകൊണ്ടാണ് ഇത്രയും നാൾ അത് പറയാതിരുന്നത്? റഷ്യയും അമേരിക്കയും തമ്മിലായിരുന്നല്ലോ സ്പേസിലേക്ക് പോകാനായിട്ട് വെപ്രാളം പിടിച്ച് ആദ്യം ആര് പോകും എന്ന് പറഞ്ഞിട്ടുള്ള വെപ്രാളം ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ അവര് ഈ റഷ്യക്കാർ ഇതുവരെയും ഈ അമേരിക്കക്കാരവിടെ പോയിട്ടില്ലെന്ന് എന്തുകൊണ്ടാ പറയാതെ? അവർ ഏറ്റവും വലിയ എക്സ്പോഷർ ആയിരിക്കുമല്ലോ ഇവർ ഈ പറയുന്ന കള്ളവാണെന്ന് തെളിയിക്കാനുള്ള നീഡ് ഏറ്റവും ശക്തമായി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് റഷ്യ. അവരെന്താ ഇതുവരെ പറയാഞ്ഞേ? ഈ അമേരിക്കയിലിരിക്കുന്ന ചില ബുദ്ധിജീവികളായിരിക്കുന്നവന്മാർക്ക് മാത്രം ഈ വിവരം വരികയും ബാക്കിയുള്ളവരൊക്കെ ആർക്കും വിവരം ഇല്ലാതായി പോകുന്നതിന്റെ കാരണം എന്താ? ഏറ്റവും അത്യാവശ്യം കണിശമായിട്ടും റഷ്യക്കാരത് പറഞ്ഞു പോകത്തില്ലേ ഇവര് കള്ളവാ പറയുന്നത്? മാത്രമല്ല ഇപ്പൊ ഈ പുതിയതായിട്ട് വിടുന്ന ഈ എന്താണ് പ്രോബ്സ്, മൂൺ പ്രോബുകളായിട്ട് പോയിരിക്കുന്നവര് അവിടെ പോയി അവിടെ ഇവരിട്ടിട്ടിരിക്കുന്ന സാധനത്തിന്റെയൊക്കെ പടം എടുക്കുന്നുണ്ട്.
ആ കാൽപ്പാടൊക്കെ അവിടെ തന്നെ ഉള്ളതിന്റെ പടം എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അതിന്റെ പുറകെ നമ്മൾ നടക്കുന്നത്? കാരണം എത്ര ഒരു 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 മില്യൺ വർഷമൊക്കെ എടുക്കും. പിന്നെ മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമോ 20 ലക്ഷം വർഷമൊക്കെ എടുക്കും പൊടി വീണ് ആ കാൽപ്പാട് അവിടെ, കാരണം അവിടെ കാറ്റില്ല, അന്തരീക്ഷം ഇല്ലാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇത്. അവിടെ ഉൽക്കകൾ ഇടിച്ചിട്ട് മാഞ്ഞു പോകുന്നതല്ലാതെ താനെ അവിടുത്തെ ഒരു പാടുണ്ടായാല് ഒരു സാധനം അവിടെ ഇട്ടാൽ അവിടെ കിടക്കത്തേ ഉള്ളു. ചന്ദ്രനിലെ അതുകൊണ്ട് ഇനിയും പോകുന്ന അവിടെ പോയി താമസിക്കുമ്പോ അവിടെ നേരത്തെ ഉമ്മാർ ഇറങ്ങി വന്ന് കാൽപ്പാട് പരിശോധിക്കാൻ, അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആ കാൽപ്പാടിന്റെ പടങ്ങളൊക്കെ രണ്ടാമത് അവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇട്ടിരിക്കുന്ന മൂൺ റോവർ ഉണ്ട്, അതിന്റെ എല്ലാം പടം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? വേറെ ഒരു പണിയില്ലാത്തവർക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടി പറയാം. ഈ ആസ്ട്രോണോട്സ് ഉൾപ്പെടെ വന്നിരുന്ന് പറയുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. പക്ഷെ അത് ഞാൻ പറഞ്ഞ ആസ്ട്രോണമേഴ്സ് വന്നിരുന്ന് പറഞ്ഞ കാരണം കൊണ്ടൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. മനോരോഗമുള്ള ആസ്ട്രോണമറും ഉണ്ടാകും, ദൈവവിശ്വാസിയായ ശാസ്ത്രജ്ഞൻ ഉണ്ടാകത്തില്ലേ? അയാളുടെ പെണ്ണുമ്പിള്ള പണങ്ങിപ്പോയാൽ അന്ന് തൊട്ട് അയാൾക്ക് അങ്ങനത്തെ രോഗമൊക്കെ വരും. അതുകൊണ്ട് അതൊന്നും തെളിവല്ല. നമുക്ക് ലോകത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു ബാക്ടീരിയ കിട്ടിയാൽ ജീവൻ ഉണ്ടെന്നുള്ള തെളിവെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ജീവൻ ഉണ്ടായാലും നമ്മളെ പോലെ ചിന്തിക്കുന്ന ജീവി ഉണ്ടാകാനുള്ള സാധ്യത അനന്തമായ പ്രപഞ്ചത്തിനകത്ത് ആവർത്തനരഹിതമാണ്. ഇത് ഞാൻ പുതുതായിട്ട് ഞാൻ പറയുന്നതാണ്, ആവർത്തിക്കാത്ത പ്രപഞ്ചമാണ്. അതിൽ പാറ്റേൺ നമ്മൾ കാണുന്നത് മാത്രമാണ് നമ്മൾ ആവർത്തനം എന്ന് പറയുന്നത്. ഭൂമി ഒരുപോലല്ല തിരിയുന്നത്, സ്പീഡ് കുറയും, അതുപോലെ ഭൂമിക്ക് ഭാരം കൂടും, സൂര്യനിൽ നിന്ന് അകന്നു പോകും, ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നു പോകും. ഇങ്ങനെ ചെറിയ മാറ്റങ്ങളോടെ മാത്രം ആവർത്തിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ കഴിഞ്ഞ മൺസൂണും ഇത്തവണത്തെ മൺസൂൺ എന്ന് പറയുന്നത് ഒരുപോലെ മഴ പെയ്യുന്നില്ല, ഒക്കെ വേറെയാണ്. നമ്മൾ ഇന്നലെ ഇരുന്ന പോലെ ഇന്നിരിക്കുന്നില്ല. നമ്മളെ ഐഡന്റിക്കൽ ട്വിൻസ് പോലും ഒരു കൊല്ലം കൊണ്ട് 2 തരത്തിലുള്ള ജീവിയായി മാറിപ്പോവും. ഇങ്ങനെ മാറിപ്പോകുന്ന ഈ പ്രപഞ്ചത്തിനകത്ത് ആവർത്തിക്കാത്ത പ്രപഞ്ചം, അതാണ് അതിന്റെ കീ. ആവർത്തിക്കാത്ത പ്രപഞ്ചത്തിൽ നമ്മളെ പോലെ ഒരു ജീവി ഉണ്ടാകാൻ തന്നെ, മനുഷ്യജീവി തന്നെ എക്സ്റ്റെൻഡ് ആയാൽ കഴിഞ്ഞ്, ഇന്റലിജൻസ് തന്നെ പിന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു പ്രപഞ്ചമാണ് ഇവിടെ. ഈ എനിക്കറിയത്തില്ല, ഈ അടുത്തിടെയായിട്ട് ഞാൻ കാണുന്ന കുറെ വീഡിയോസിൽ ഈ ഹ്യൂമൻ ക്ലോണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് ഈ ചില പ്രസിഡന്റുമാർ, ഐ മീൻ US പ്രസിഡന്റ്സിനൊക്കെ ക്ലോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസിനെ ക്ലോൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ലോണിങ് ശരിക്കും സാധ്യമാണോ? ക്ലോൺ ചെയ്യാൻ ഒക്കും, പക്ഷെ ഒരിക്കലും നമ്മളാകത്തില്ല. അത് ഈ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പറയുന്നതാണ്. അതുകൊണ്ട് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത് ഒരു ക്ലോണാണ്. അവര് ഒരു ദിവസം കൊണ്ട് തന്നെ 2 ആവും. 2 ആയി കഴിഞ്ഞാൽ അന്ന് തൊട്ട് മാറിപ്പോവും, തുടരത്തില്ല. കാരണം നിങ്ങളുടെ കേന്ദ്രവും എന്റെ കേന്ദ്രവും 2 ആയിരിക്കുന്നോണ്ട് തന്നെ 2 വ്യക്തിത്വങ്ങളെ രൂപപ്പെടത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ക്ലോൺ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ സ്വഭാവം ഉണ്ടാകത്തില്ല, അസാധ്യമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞ ബയോളജി അറിയാവുന്നതുകൊണ്ടും എവല്യൂഷൻ എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സാധ്യമല്ല. ക്ലോൺ ചെയ്താൽ കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നു എന്ന് തോന്നുന്ന നിലവാരത്തിൽ ഒരു മൊട്ടുസൂചി വേറൊരു മൊട്ടുസൂചിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അതിന്റെ ആറ്റംസ് മുഴുവൻ പരിശോധിച്ച് നോക്കി അത് വേറെയാണ്. ഈ സ്നോഫ്ലേക്കിന്റെ കൂട്ട് വേറൊരു സ്നോഫ്ലേക്ക് ഇല്ലെന്നുള്ളത് ഒക്കെ ഇന്നും നമുക്കറിയാം. പണ്ട് ഇതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ആവർത്തിക്കുന്ന പ്രപഞ്ചമാണെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യരുണ്ടാക്കിയ കഥകളാണ് അതെല്ലാം. അങ്ങനെ പറ്റില്ല എന്നാ ഞാൻ ഈ പറയുന്നേ. ഇത് നമുക്ക് പുതിയ അറിവുകളാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് എവിടെങ്കിലും ജീവൻ ഉണ്ടായാൽ നമ്മളെ പോലെ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ കോംപ്ലക്സ് ആയ ഒരു ജീവിയും അത് ഇതുപോലെ ചിന്തകളുള്ളവരും മാറും എന്നുള്ളതിന് ലോകത്തെങ്ങും നമുക്ക് തെളിവില്ല.
അങ്ങനത്തെ തെളിവുള്ള ഒരെണ്ണമെങ്കിലും കണ്ടുപിടിക്കണം. ജീവൻ ഉണ്ടാകുന്നതിന് തെളിവില്ല, അത് തന്നെ ഉണ്ടായിട്ടില്ല, പിന്നാണോ നമ്മളെ പോലുള്ള ജീവി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്? ഇനി ഒരിക്കൽ പോലും നമ്മൾക്ക് എന്താണ് ഈ ഡൈനസോറസ് എന്ന് പറയുന്ന ജീവിയെ നമ്മൾ അതിന്റെ DNA ഉണ്ടാക്കി എടുത്ത് ചെയ്താലും ആ ജീവി മാറിപ്പോകത്തേ ഉള്ളു, അല്ലാതെ അങ്ങനെ തന്നെ തുടരത്തില്ല. ഡൈനസോറസ് ഇവിടെ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട്. ഈ കാണുന്ന കിളികളെല്ലാം ഡൈനസോറസ് ആണ്. അത് ഏതെങ്കിലും ഡൈനസോറസ് എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കുന്ന ജീവിയെ പോലെ ഇരിക്കുന്ന ഏതെങ്കിലും കിളിയെ കണ്ടിട്ടുണ്ടോ? ഇത് ഈ എവല്യൂഷൻ അറിഞ്ഞുകൂടാതെ, ബയോളജി അറിഞ്ഞുകൂടാത്ത ഫിസിസിസ്റ്റുകളും ആസ്ട്രോഫിസിസ്റ്റുകളും ഉണ്ടാക്കുന്ന കഥകളല്ലാതെ വേറെ ഒന്നുമില്ല. അത് ബയോളജി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരത് പറയുന്നേ. ഞാൻ അത് മാത്രമല്ലാത്ത കാര്യമായി ഈ പറഞ്ഞ ആവർത്തിക്കാത്ത പ്രപഞ്ചമാണിത്. അതുകൊണ്ടാണ് ലോകത്ത് ഇനി ഒരിക്കലും നമ്മളെപ്പോലൊരു ജീവൻ, നമ്മൾ ഈ പറയുന്ന മനുഷ്യരെല്ലാവരും ഒന്നിച്ച് ചത്താൽ ഇനി ഒരിക്കലും മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകത്തില്ല. ഇതാ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ടാണ് ആവർത്തനമില്ലാത്ത ഒരു പ്രപഞ്ചത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആരും വണ്ടി കയറി വരത്തില്ല. ഒരു ബാക്ടീരിയ വരാനെങ്കിലും നമ്മൾ കാത്തിരുന്ന അതിന് ഒരെണ്ണത്തിനുള്ള തെളിവ് നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്ത് ഈ രണ്ട് ചന്ദ്രനും നമ്മൾ മാഴ്സും ഉപേക്ഷിച്ചാലും വെള്ളമൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്നതിനും വെള്ളത്തിനല്ല വേറെ കെമിസ്ട്രി കൊണ്ടുണ്ടാകുന്ന ജീവനായ വേറെ കെമിസ്ട്രിയിലെ ജീവൻ അത് ജീവനാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പാട്ട് പാടിയ എന്താണ് സ്പീൽബർഗിന്റെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്നോ അല്ലെങ്കിൽ ET ഒക്കെ പോലൊക്കെ ഉള്ളതൊക്കെ മനുഷ്യ സങ്കല്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ അസാധ്യമാണ്. അല്ലാതെ ഞാൻ അല്പം 1% ഉണ്ടെന്ന് പറയുകയല്ല, അസാധ്യമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഈ US ഗവൺമെന്റിന്റെ കറപ്ഷൻസ് അല്ലെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഇവര് ഈ പുതിയ കാര്യങ്ങൾ അതിനു വേണ്ടി അവർക്ക് എന്ത് വേണേലും റിലീസ് ചെയ്യാൻ പറ്റും. അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ ഒരു ഏലിയനെ ഉണ്ടാക്കി ഇങ്ങോട്ട് വിടാം, അതുവരെ അവർ ചെയ്യും. ട്രംപിന്റെ കൊച്ചുമോനെയൊക്കെ വേണമെങ്കിൽ അതിനകത്ത് കയറ്റി വിടും, അതൊക്കെ വേണമെങ്കിൽ ചെയ്യും. എന്നുള്ളതല്ലാതെ ലോകത്ത് ഒരു സാധ്യതയില്ല, ഒരു ഏലിയനും വരത്തില്ല. വരുന്നത് ഈ പറയുന്ന ബാക്ടീരിയ പോലത്തെ ജീവികളൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്, ജീവനുണ്ട്, ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന ഒരു ബാക്ടീരിയ കിട്ടിയതിന് ശേഷമേ ഞാനത് എടുക്കൂ. ഭൂമിയിൽ തന്നെ രണ്ടാമത് ജീവനുള്ളതിന്റെ തെളിവില്ലാത്തത് കൊണ്ട് അത് അത്ര എളുപ്പമൊന്നുമല്ല. റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് വിളിക്കാവുന്ന ഒരു ഫിനോമിനയാണ് ജീവൻ എന്നാണ് നമുക്കിപ്പോ കണ്ടിട്ട് മനസ്സിലാകുന്നത്. അത് ബിഗ് ബാങ് ഇനിയും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു ഫിനോമിനയായിട്ട് മനസ്സിലാക്കിയാൽ മതി ജീവൻ ഉണ്ടായത്. ബിഗ് ബാങ് ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ അല്ലല്ലോ നമ്മൾ പറയുന്നത്. ഒരു തവണ ഉണ്ടായതായിട്ടാണല്ലോ സങ്കല്പിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എന്തായാലും ജീവൻ വേറെ ഒരു തെളിവ് നമുക്ക് വേണം, ഒരെണ്ണം വേണം. എന്നാൽ നമുക്ക് ജീവനുള്ള സാധ്യതയുണ്ട്. ജീവനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയാലും ഒരേ ബോഡി പ്ലാൻ ഉള്ള ഒരേപോലുള്ള എവല്യൂഷണറി പ്രോസസ്സിൽ നമ്മളെ പോലൊരു ജീവി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. തുച്ഛന്നല്ല ഞാൻ പറയുന്നത്, ഇല്ല. ബയോളജി അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. ആവർത്തിച്ച ഒരു ജീവനും ഇവിടെ ഇല്ല. തുടർച്ചയുള്ള ജീവൻ മാത്രമേ അതും സമാനമായിരിക്കുന്നു. നമ്മൾ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ വേറെ ബാക്ടീരിയ പോലെ അല്ല, വേറെയാണത്. സമാനമാണെന്നുള്ളതേ ഉള്ളു. അതിൻ്റെ അകത്ത് പോലും കോമണായ തുടർച്ചയുണ്ടെങ്കിൽ മാത്രമേ ആ ബോഡി പ്ലാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോശങ്ങൾ പോലും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വേറെയാണ് പിന്നെ ഉണ്ടാകുന്നത്. അത്രയും അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മളുള്ളത്. അതാണ് അതിന്റെ പ്രശ്നം. അത്രയും ഇൻഫിനിറ്റ്, അത്രയും അനന്ത സാധ്യതകളുള്ള ഒരു പ്രപഞ്ചത്തിലായതുകൊണ്ടാണ് ആവർത്തനരഹിതം, ആവർത്തിക്കുന്നു എന്ന് പണ്ടുള്ളവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അവരതങ്ങനെ ഒരുപാടുമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് അങ്ങനെ അല്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സാധ്യതയുമില്ല. ജീവൻ പ്രപഞ്ചം നിറച്ചുണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മളെ പോലെ ഇന്റലിജൻസ് ഉള്ള ഒരു ജീവി ഉണ്ടാകാനുള്ള സാധ്യത അപ്പോഴും ഇല്ല.
അതുകൊണ്ടാണ് അത് പറയുന്നത്. വെറുതെ കാത്തിരിക്കണ്ട. തമാശയ്ക്ക് പോലും ഞാൻ ഇന്ന് മേപ്പോട്ട് നോക്കാറില്ല. പണ്ടാണെങ്കിൽ കഴുത്തൊടിയുന്ന അത്രയും കാലം ഒരു ബൈനോക്കുലറും ടെലിസ്കോപ്പും ഒക്കെ മേടിച്ച് മേപ്പോട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരുത്തനാണ് ഞാൻ. ഇന്ന് ഈ ബയോളജി അറിയുമ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മളെ പോലുള്ള ഒരു ജീവി ഇനി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകത്തില്ലെന്നും നമ്മൾ വൺ ഓഫ് ദ കൈൻഡ് എന്ന് പറയുന്ന നിലവാരത്തിലാണ് ജീവൻ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കല്ല, തുടരുന്നത്. ജീവൻ തുടരുന്നത് മാറി തുടരുകയാണ് ചെയ്യുന്നത് എന്നുള്ള എന്റെ അറിവ് കൊണ്ടാണ് ആകാശത്തേക്ക് നോക്കാത്തത്. ഒരു സാധ്യതയില്ല. ഒരു വാഹനം ഉണ്ടാക്കി യാത്ര ചെയ്യാനൊക്കുന്ന അത്രയും അകലമല്ല. ഇതൊക്കെ ഫിസിക്സിനെ പറ്റി, അസ്ട്രോഫിസിക്സ് അറിയുന്ന ഒരുത്തനും ഒരു യാത്രയെ പറ്റിയും സങ്കല്പിക്കാനാകത്തില്ല. ഇനി അങ്ങനെ ഡയമെൻഷൻ മാറി യാത്ര ചെയ്യുന്നതിനെ പറ്റിയുള്ള സങ്കല്പങ്ങളാണെങ്കിൽ അതൊന്നും തന്നെയും ബയോളജി അറിയാവുന്ന ഒരാൾ നമ്മളെ റീഅസംബിൾ ചെയ്യാമെന്ന് ആലോചിക്കത്തില്ല. അത്രയും ഇൻഫർമേഷൻസ് വേണം ഒരു കോശത്തിന്. കോടാനുകോടി പറഞ്ഞാൽ ട്രില്യൺ കോശങ്ങളുള്ളതാണ് നമ്മൾ. അത് തന്നെ നമ്മളെന്നൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു ജീവനൊന്നും അല്ലത്. അത് ആളുകളുടെ ജീവനെ പറ്റി മനസ്സിലാക്കുന്ന പോലൊന്നും അല്ല മനസ്സിലാക്കേണ്ടത്. എമർജന്റ് പ്രോപ്പർട്ടികളെ പറ്റിയുള്ള അറിവുകൾ വേണം. ഇതെല്ലാം ഒന്നിച്ച് അവിടെ കൊണ്ടുപോയി വീണ്ടും റീഅസംബിൾ ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നത് വല്ല സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന കഥയോ ഇൻഫർമേഷൻ അയക്കുന്ന കാര്യമൊക്കെ പറയുന്ന ആളല്ലാതെ നമ്മളെ പോലെ കോംപ്ലക്സ് ആയ ഒരു ജീവി ടെലിപ്പോർട്ട് ചെയ്യാനൊന്നും കഴിയില്ല. ഞാൻ ഈ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്ത് ഇത്രയും സാധ്യതകളുള്ള പ്രപഞ്ചത്തിലല്ലേ എന്ന് ഏതെങ്കിലും ഒരുത്തൻ ചെയ്യുന്ന ദിവസം ഞാൻ സമ്മതിച്ചോളാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ച് ഈ ഭൂമിയിൽ ഉണ്ടാകാത്ത ഒരു ബാക്ടീരിയ കണ്ടുപിടിക്കുമ്പോൾ അത്രയും ഞാൻ എടുക്കും. അതാണ് തെളിവ്. തെളിവോടെ പറയേണ്ടതുണ്ട്. തെളിവില്ലാതെ പറയുന്നതാണില്ല. തെളിവില്ലാതെ പറയുന്നത് കാരണം കൊണ്ട് എന്ത് വേണേലും ഇമാജിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാതെ ഒരു ഏലിയനും സാധ്യമല്ല.